നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന കഥ കുമാരനല്ലൂർ എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ കുമാരനല്ലൂർ എന്ന പേര് എങ്ങനെ വന്നു? കുമാരനല്ല ഊര് എന്നുള്ളത് പിന്നീട് കുമാരനല്ലൂർ എന്ന് വന്നതാണ്. അതിനെക്കുറിച്ചുള്ള ഒരു കഥയാണ് ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്നത്. സാക്ഷാൽ സുബ്രഹ്മണ്യന് വേണ്ടി നിർമ്മിച്ച അമ്പലത്തിൽ ദേവിയെ കുടിയിരുത്തിയത് കൊണ്ടാണ് കുമാരനല്ല ഊര് എന്ന അർത്ഥത്തിൽ കുമാരനല്ലൂർ പ്രസിദ്ധമായത്. മധുരയിലെ ദേവിയുടെ രത്നഖചിതമായ മൂക്കുത്തി ഒരിക്കൽ അങ്ങോട്ട് കാണാണ്ടായി. മൂക്കുത്തി കാണാതായപ്പോ പാണ്ഡ്യരാജാവ് 41 ദിവസത്തിനകം അത് കണ്ടെടുത്തില്ലെങ്കിൽ ശാന്തിക്കാരനെ കൊന്നുകളയുമെന്ന് അങ്ങോട്ട് കൽപ്പിച്ചു. ഉടനെ ശാന്തിക്കാരൻ ദേവിയെ അകമഴിഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ 39-ാം ദിവസമായി. മൂക്കുത്തി അതുവരെയും കണ്ടെത്താനായില്ല. അങ്ങനെ 39-ാം ദിവസം രാത്രി ഉറങ്ങിക്കിടന്ന ശാന്തിക്കാരൻ ഒരു സ്വപ്നം അങ്ങോട്ട് കണ്ടു. ആരോ അദ്ദേഹത്തിന്റെ കാൽക്കലിരുന്ന് അങ്ങിനി താമസിച്ചാൽ ആപത്തുണ്ടാവും, കാവൽക്കാരെല്ലാം നല്ല ഉറക്കമായിരിക്കുന്ന സമയമാണിത്, പുറത്തിറങ്ങി ഓടൂ, വേഗം ഓടൂ, എവിടെയെങ്കിലും പോയി രക്ഷപ്പെടൂ എന്ന് പറയുന്നത് പോലെ ആ ശാന്തിക്കാരന് തോന്നി. 3 തവണ ഇപ്രകാരം ഒരു ശബ്ദം ശാന്തിക്കാരൻ കേട്ടു. എന്തായാലും ദേവി അരുളി ചെയ്തതായിരിക്കും ഇത്, രക്ഷപ്പെടുക തന്നെ എന്നോർത്ത് ശാന്തിക്കാരൻ അങ്ങോട്ട് പുറപ്പെട്ടു. ശാന്തിക്കാരൻ പുറപ്പെട്ടപ്പോ, ഇത്രകാലം എന്നെ സേവിച്ച അങ്ങ് പോകുകയാണെങ്കിൽ ഞാനും അങ്ങയുടെ കൂടെ വരുന്നു എന്ന് പറഞ്ഞ് ഒരു സ്ത്രീരൂപം കൂടെ അദ്ദേഹത്തിന്റെ കൂടെ അങ്ങോട്ട് പോയി. ആ സ്ത്രീരൂപം ധരിച്ച ആഭരണങ്ങളിൽ നിന്നുള്ള പ്രകാശം മാത്രം മതിയായിരുന്നു ബ്രാഹ്മണന് വഴി കാണാൻ. അങ്ങനെ നടന്ന് തളർന്ന ആ ശാന്തിക്കാരൻ ഒരു വഴിയമ്പലത്തിൽ കിടന്ന് അങ്ങോട്ട് വിശ്രമിച്ചു. പിറ്റേന്ന് ഉണർന്നു നോക്കിയപ്പോഴാണ് അത് കേരള രാജ്യം ഭരിച്ചിരുന്ന ചേരമാൻ പെരുമാൾ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കാൻ പണിയിച്ച അമ്പലമാണെന്ന് ആ ബ്രാഹ്മണന് മനസ്സിലായത്. പക്ഷേ തന്നോടൊപ്പമുണ്ടായിരുന്ന ആ സ്ത്രീരൂപം സർവ അലങ്കാര വിഭൂഷിതയായി ശ്രീകോവിലെത്തി ആ പീഠത്തിൽ ഉപവിഷ്ടയായിരിക്കുന്നതാണ് ശാന്തിക്കാരൻ കണ്ടത്. കുമാരനായി പ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചിരുന്ന ആ ഊരിൽ ദേവീ പ്രതിഷ്ഠ നടത്തേണ്ടി വന്നതുകൊണ്ട് കുമാരനല്ല ഊര് എന്നത് കുമാരനല്ലൂര് എന്നായി തീർന്നെന്നാണ് പുരാവൃത്തം. ആ ദേവിയോടുകൂടി മധുരയിൽ നിന്ന് വന്ന ആ ശാന്തിക്കാരന്റെ വംശജർ ഇപ്പോഴും കുമാരനല്ലൂരുണ്ട്. മധുര എന്നാണ് അവരുടെ ഇല്ലപ്പേര്. മധുര നമ്പൂതിരിമാർ എന്നാണ് അവരെ അറിയപ്പെടുന്നത് തന്നെ. അതുപോലെ തന്നെ കുമാരനല്ലൂർ തൃക്കാർത്തിക വളരെ വിശേഷാണ്. തൃക്കാർത്തിക ദിവസം സർവാഭിഷ്ടപ്രദായിനിയും സർവമംഗളദായികയുമായ കുമാരനല്ലൂർ ഭഗവതിയുടെ തിരുനാളാണ് തൃക്കാർത്തിക ദിവസം. കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിലെ 10 ദിവസത്തെ കാർത്തിക മഹോത്സവമാണ് കുമാരനല്ലൂർ ദേശത്തെ പ്രധാന ഉത്സവം. ആറാട്ടോടെ ഉത്സവം സമാപിക്കും. പള്ളിവേട്ട നാളിലാണ് തൃക്കാർത്തിക. അതുപോലെ തന്നെ തൃക്കാർത്തിക ദിവസം വിസ്തരിച്ചുള്ള പ്രസാദമൂട്ടും ഉണ്ടായിരിക്കും. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ താലൂക്കിലെ മഹാക്ഷേത്രങ്ങളിൽ ഒന്നായ പ്രസിദ്ധമായ ദുർഗാദേവി പ്രസാദമാണ് കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രം. കേരളത്തിലെ പഴയ 32 നമ്പൂതിരി ഗ്രാമങ്ങളിൽ ഒന്നാണിത്. ശംഖുമുണ്ടിടത്തുവലമീയൊരു ചക്രമുണ്ട്, കാലിൽ ചിലമ്പു ചില മുത്തുപടം കഴുത്തിൽ, ഓടിട്ടു വന്നു കുടികൊണ്ട കുമാരനല്ലൂർ കാർത്യായനി ശരണമിന്നിത കൈതൊഴുന്നേൻ എന്നാണ് പറയുക. പണ്ട് തുലാത്തിലെ രോഹിണി മുതൽ വൃശ്ചികത്തിലെ രോഹിണി വരെ 28 ദിവസമായിരുന്നു അവിടെ ഉത്സവം. പക്ഷേ ഇപ്പോ
വൃശ്ചികത്തിൽ അവിട്ടം നാളിൽ തുടങ്ങി കാർത്തിക നാളിൽ പള്ളിവേട്ടയോടെ സമാപിക്കുന്ന ഉത്സവമാണ് ഇപ്പൊ നടക്കുന്നത്. മീനച്ചിലാറ്റിലാണ് ആറാട്ട് നടക്കുക. അമ്പലപ്പുഴ രാജാവിന്റെ കാണിക്കയായ ഭദ്രദീപത്തിൽ തിരി തെളിയുമ്പോൾ ദുർഗാദേവിയുടെ ഐശ്വര്യ കടാക്ഷങ്ങൾ കുമാരനല്ലൂരിൽ നിറയും എന്നാണ് പറയുക. അങ്ങനെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനായി നിർമ്മിച്ച ആ അമ്പലം പിന്നീട് ദേവീക്ഷേത്രമായി മാറുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഉദയനായകി എന്ന ദേവിയെ പ്രതിഷ്ഠിക്കാൻ ഉണ്ടാക്കിയ ഉദയനാപുരം ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യനെ പ്രതിഷ്ഠിക്കേണ്ടതായും വന്നു എന്നാണ് സാരം. ഈ കൊച്ച് ഒരു ക്ഷേത്ര ഐതിഹ്യ കഥ എന്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ കഥ എന്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ്, കമന്റ് എല്ലാം ചെയ്യുമെന്ന ഒരു വിശ്വാസത്തോടെ ഒരിക്കൽ കൂടി എല്ലാ കഥാപ്രേമികൾക്കും എന്റെ നന്ദി, നമസ്കാരം.